ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാക്കേണ്ടിയിരിക്കുന്നു. ജില്ലാ കളക്ടർ കൂടി മാധ്യമങ്ങളെ കാണുകയാണ്. ആവശ്യത്തിനുള്ള എയർഫോഴ്സ്, ഫയർഫോഴ്സ്, അതുപോലെ ആംബുലൻസുകളെല്ലാം സജ്ജമാണ്. അതെ അതെ, എല്ലാവരെയും അങ്ങോട്ട് തന്നെയാണ് എത്തിച്ചിരിക്കുന്നത്. അതെ അതെ, അത് രണ്ടും ഡ്രോൺ ഓൾറെഡി ഇവിടെ ഉണ്ട്, റോബോട്ടിന്റെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, SDM-നെയാണ് മജിസ്ട്രേറ്റൽ എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും റൈറ്റ് ഫ്രം ദ ലൈസൻസ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് റിപ്പോർട്ട് തരുന്നത്. നമ്മള് മെയിനായിട്ട് സ്വരാജ് റൗണ്ടിലുള്ള ഫയർ ലൈൻ ബാക്കിയുള്ള കാര്യങ്ങളുടെയാണ് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നത്. ഇവര് പറഞ്ഞ വിവരം അനുസരിച്ച് ഇടയ്ക്ക് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ നിന്ന് ഒരു 6 പേരെന്തോ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞിരുന്ന കണക്ക് പ്രകാരമാണ് 30-40 ഇടയ്ക്ക് ആളുകളുണ്ട് എന്നുള്ളത്. കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു തീരുമാനം എങ്ങനെയായിരിക്കും? നമ്മൾ നിലവിൽ ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇനി ആരെങ്കിലും ഒക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് കോർഡൺ ഓഫ് ചെയ്യുക, പബ്ലിക്കിനെ കൂടുതൽ, കാരണം അവിടെ ഇനി എന്തെങ്കിലും സ്ഫോടനം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട്, കാരണം പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആളുകളെ കോർഡൺ ഓഫ് ചെയ്തിട്ട് നൈറ്റിലാണെങ്കിലും നമുക്ക് എല്ലാ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ. ഇല്ല എനിക്കതിനെ കുറിച്ച് ഇപ്പൊ കമന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മജിസ്ട്രേറ്റൽ എൻക്വയറി കഴിഞ്ഞിട്ട് ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. അതിപ്പോ നിലവിലെ ചികിത്സയിലുള്ള ആള് അങ്ങനെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അവിടെ കാരണം കുറച്ച് ബോഡി പാർട്സ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് അവർ കറക്റ്റ് പറഞ്ഞത്. അപ്പൊ അടുത്ത് പറഞ്ഞിരിക്കുന്ന നമ്പർ ഇപ്പൊ മെഡിക്കൽ കോളേജിലാണ്. നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് അവരിപ്പോ അതിന് ഫിറ്റാണ്, അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അല്ല, നമ്മൾ ബാക്കി എല്ലാ ഡോക്ടേഴ്സിനെ തിരിച്ചു വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് കൂടാതെയാണ് പാലക്കാട് നിന്ന് എറണാകുളത്ത് നിന്ന് ഞാനിപ്പോ പറഞ്ഞ എക്സ്ട്രാ ടീം. നമ്മളിപ്പോ ഒരു കൺട്രോൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ തന്നെ തുറക്കുന്നുണ്ട്. എൻക്വയറീസ് ഒക്കെ വരുന്നത് ഡീൽ ചെയ്യാനും പറ്റും. ഉറപ്പായിട്ടും നമ്മൾ ലൈറ്റ്സ് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. അതെ, അത് നമ്മൾ കയറുന്ന ആളുകളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കിയിട്ട് മാത്രമാണ് അതിന്റെ അകത്തേക്ക് ആളുകളെ കയറ്റുള്ളൂ. അത് ഫയർഫോഴ്സ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതെ, അവർ ആ എൻഡിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരോടും ഒരു സേഫ്റ്റി നോക്കിയിട്ട് മാത്രമാണ് ഫർദർ അകത്തേക്ക് എൻട്രി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കിടക്കുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.